2 ദിവസം ദാമ്പത്യം സ്റ്റോറി ഇടാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ സ്റ്റോറിയുടെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് വേണം ഈ ഈ പാട്ടൊന്ന് കേൾക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ദാമ്പത്യം, രചനാ സംഭാഷണം മൈഥിലി മിത്ര, ഭാഗം 61. ആദി എന്നിട്ട് കണ്ണുകൾ അടച്ച് കള്ളയുറക്കം തുടങ്ങി. അവൻ്റെ ആ പ്രവൃത്തിയിൽ ദേവികയുടെ നെഞ്ചൊന്നാളി. ആദിയുടെ കൈക്കുള്ളിൽ കിടന്നവൾ പരവേശത്തോടെ കണ്ണുകളെ ഒരു വട്ടം ഇറുക്കി അടച്ചു തുറന്നു. എന്നിട്ടോ മുഖം ഉയർത്തി നേരെ നോക്കിയത് മഹർഷിയുടെ മുഖത്തേക്കും. വിരിഞ്ഞ നെറ്റിയും അതിൻ്റെ പകുതിയോളം അലസമായി വീണു കിടക്കുന്ന മുടിയിഴകളും നിറയെ പീലിയുള്ള കുഞ്ഞി കണ്ണുകളും നീളമുള്ള മൂക്കും അതിന് താഴെയായി കട്ടിയുള്ള മീശയും. പെണ്ണിൻ്റെ കണ്ണുകൾ പരൽ മീനുകളെ പോലെ ഒന്ന് പിടഞ്ഞുപോയി. പക്ഷേ അതിലും താഴേക്ക് നോക്കിയപ്പോഴാണ് ദേവികയുടെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളം തിരയടിച്ചത്. ചെറിയ രീതിയിൽ ചുവപ്പ് പടർന്ന ഇത്തിരി പരന്ന ആദിയുടെ ചുണ്ടുകൾ. ഇനി ആ മുഖത്തേക്ക് നോക്കുവാനുള്ള ത്രാണി പെണ്ണിനുണ്ടായിരുന്നില്ല. ഇത്തിരി നേരം കൂടി അങ്ങനെ തന്നെ കിടന്ന് ശ്വാസം നിലയ്ക്കുമെന്ന് തോന്നിയതും അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങുവാനായി പൊടുന്നനെ ഒരു ശ്രമം നടത്തി. അടങ്ങിക്കിടക്കേണ്ട തത്തമ്മേ. ചെക്കൻ്റെ നെറ്റി ചുളിയുന്നതിനോടൊപ്പം തന്നെ ആ മുഖത്ത് ഉറക്കം മുറിയുന്നത് പോലെയുള്ള ഭാവങ്ങളും മിന്നിമാഞ്ഞു. ആദിയേട്ടാ, ഒന്ന് വിടുവോ? കയ്യിൽ കിടന്ന് കുതറിയിട്ടും പിടിവിടാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നവനെ തള്ളി മാറ്റാൻ പോലും ആവതില്ലാതെ ദേവി നന്നേ തളർന്നുപോയി. പക്ഷേ അതിനുള്ള മറുപടി മഹർഷിയിൽ നിന്ന് ഉയർന്നില്ല. പകരം ഒന്ന് മൂളിക്കൊണ്ട് ആദി തൻ്റെ മുഖം അവൾക്ക് നേരെ കുനിച്ചു. ശേഷം പെണ്ണിൻ്റെ നെറുകയിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് അവിടെ അമർത്തിപ്പിടിച്ചു കിടന്നു. മഹർഷിയുടെ ആദ്യ ചുംബനം, അത് ഉള്ളിലുള്ള വാത്സല്യവും സ്നേഹവും പ്രണയവും ഒക്കെ കൂട്ടിക്കുഴച്ച് അവൾക്കായി നൽകിയത്. ആദിയേട്ടാ. അത് അപ്രതീക്ഷിതമായതുകൊണ്ടാവാം ദേവിയുടെ ശ്വാസം വിലങ്ങിയത്, ദേഹം വിറച്ചത്, അവളിൽ നിന്നും ചെറിയ രീതിയിൽ ഒരേങ്ങൽ ഉയർന്നു വന്നത്. അത് ആദിക്ക് കേൾക്കാൻ പറ്റുന്ന അത്രയും ചെറിയ രീതിയിൽ. പക്ഷേ അതവനിലെ പ്രണയത്തെ ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രതിഫലനമായി ദേവികയുടെ നെറുകയിൽ നിന്നും അതരങ്ങൾ അടർത്തി മാറ്റാതെ മഹർഷി അതേ കിടപ്പ് അങ്ങനെ തന്നെ കിടന്നു, ഉള്ളിൽ അലയടിക്കുന്ന വികാരങ്ങളെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട്. ഒന്ന് വിടുവോ? ഇനിയും വയ്യുന്നതുപോലെ അവളുടെ ശബ്ദം പതിയായി. നെറുകയിൽ അനുഭവപ്പെടുന്ന തണുപ്പ് മെല്ലെ തൻ്റെ ദേഹത്തേക്ക് പടരുന്നത് പോലെയാണ് ദേവിയയ്ക്കപ്പോൾ തോന്നിയത്. അവനെ ചേർത്ത് പിടിക്കാനോ തള്ളി മാറ്റാനോ കഴിയാതെ പെണ്ണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൂപ്പുകുത്തി. ആദിയേട്ടാ. അവൾ വീണ്ടും പരവേശത്തോടെ വിളിച്ചു. ആദി ഉറക്കത്തിലാണെന്ന് കരുതിയവളുടെ ചൂട് നിശ്വാസങ്ങൾ അവൻ്റെ കഴുത്തിൽ ചെന്ന് പതിഞ്ഞുകൊണ്ടിരുന്നു. ആ. ചെക്കനൊന്നും മൂളിയതല്ലാതെ പെണ്ണിനെ അകത്തി മാറ്റാനോ നെറുകയിൽ നിന്നും തൻ്റെ അതരങ്ങൾ വേർപ്പെടുത്താനോ തെല്ലും മെനക്കെട്ടില്ല. ഒന്ന് മാറോ, എനിക്ക് പോണം. ദേവിയുടെ ഉള്ളിലുള്ള വിറയിൽ ദേഹത്ത് മുഴുവനും പടർന്നു പന്തലിച്ചു കഴിഞ്ഞിരുന്നു. പോണോ? ഉറക്കത്തിലെന്ന പോലെ ചെക്കൻ ചോദിച്ചു, ഒട്ടൊരു കുറുമ്പോടെ. വിടോ? പേടി കൊണ്ട് അവളുടെ ശബ്ദം പോലും വിറച്ചിരുന്നു. ആഹാ, എനിക്ക് ഉറങ്ങണം തത്തമ്മേ. അവളെ അപ്പോൾ പറഞ്ഞു വിടാൻ തീർത്തും ആദിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദി തൻ്റെ പിടുത്തവും അയച്ചിരുന്നില്ല. ഇങ്ങനെയെങ്കിലും അവളെ ഒന്ന് അടക്കി പിടിക്കാൻ അവനിലെ കാമുകന് അടങ്ങാത്ത കൊതി തോന്നിപ്പോയി. സ്വബോധത്തോടെ പെണ്ണിൻ്റെ വിരൽത്തുമ്പിൽ പോലും ഒന്ന് തൊടാൻ പറ്റില്ല. അപ്പം തന്നെ വിറച്ചു ചാവും. ഇങ്ങനെയെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ച് ശീലിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും അവളിലെ പേടിയൊന്നും മാറ്റാൻ പറ്റുകയില്ലെന്നവൻ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ തത്തമ്മയല്ല, ദേവികയാ. പ്ലീസ് വിടുവോ? അവളിലെ പേടി വിറയൽ രൂപത്തിൽ തൻ്റെ ശരീരത്തിലേക്ക് അനുഭവപ്പെട്ടതും പിന്നീട് അവന് ദേവിയെ അടക്കി പിടിക്കാൻ തോന്നിയില്ല. ആദിക്ക് പാവം തോന്നി. അവൻ്റെ കൈയൊന്ന് അയഞ്ഞു. ചുണ്ടുകൾ നെറ്റിയിൽ നിന്ന് വേർപെട്ട് അകന്നു മാറി. എങ്കിലും പൂർണ്ണമായിട്ടുള്ള പിടുത്തം വിട്ടിരുന്നില്ല. എന്നിട്ട് ഉറക്കത്തിൽ നിന്നെന്ന വണ്ണം മെല്ലെ കണ്ണുകൾ തുറന്ന് അടുത്തു കിടക്കുന്നവളുടെ മുഖത്തേക്ക് നെറ്റി ചുളിച്ചുറ്റു നോക്കി. ആദ്യത്തെ 1-2 നിമിഷങ്ങൾ സ്വബോധത്തിലല്ലെന്നുള്ള വണ്ണമാണ് ആദ്യം അവളുടെ മുഖത്തേക്ക് നോട്ടം പായിച്ചത്. നീ എന്താ ഇവിടെ? എന്താ പറ്റി? വയ്യേ നിനക്ക്? ഒരു നാടക നടൻ്റെ അഭിനയമാണ്
അവൻ്റെ മുഖത്ത് വിരിഞ്ഞതെങ്കിലും അത് മനസ്സിലാക്കാനുള്ള കഴിവ് പാവം നമ്മുടെ നായികയ്ക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ആദ്യേട്ടനെ ചോറുണ്ണാൻ വിളിക്കാൻ ആ സമയത്ത് ഉള്ളിലുള്ള ഭയം അവളെക്കൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചുവെങ്കിലും അതെല്ലാം അപൂർണമായിട്ടായിരുന്നു പുറത്തേക്ക് വന്നത്. പൊടുന്നനെ ആദ്യം അവളിൽ നിന്നുള്ള പിടുത്തം വിട്ട് അകന്നു മാറി. എന്നിട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും അവളും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് തറയിലേക്ക് കാല് കുത്തി നിന്നിരുന്നു. സോറി ദേവികെ, ഞാൻ മോളാണെന്ന് വിചാരിച്ചു. ആദ്യമല്ലേ അവൾ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു എന്നു ക്ഷമാപണം പറയുന്ന രീതിയിൽ. ഞാൻ നിന്നെ വല്ലതും ചെയ്തോ ദേവികെ? പെണ്ണിൻ്റെ മുൻപിലായി ചെന്ന് നിന്നുകൊണ്ട് ആദിയോടെ മുടിയിഴകൾ പിന്നിലേക്ക് ഒന്നൊതുക്കി വെച്ചവൻ. ഒരു വട്ടമല്ല, പല പ്രാവശ്യം. ആഹാ, അവൻ ചെയ്തതൊക്കെ ഉറക്കത്തിലാണെന്ന് കരുതിയ ദേവിക കൂടുതൽ വിശദീകരണത്തിനായിട്ട് പിന്നീട് നിന്നില്ല. കാരണം ഒന്നാമതേ ആദിയേട്ടൻ അറിയാതെ ചെയ്തതാ. രണ്ടാമത് ആൾ ചെയ്തതൊക്കെ പറയാൻ തനിക്ക് ചമ്മലും നാണവും പേടിയൊക്കെയാണ്. സത്യമായിട്ടും ഞാനൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? ഇത്തവണ ചെക്കൻ്റെ മുഖത്ത് പതിവിൽ കൂടുതൽ ദൈന്യത. ഏയ് ഇല്ല. അവൻ്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ കണ്ടതും ദേവികയും വല്ലാതായിപ്പോയി. ഉറപ്പാണല്ലോ അല്ലേ? കൊടിയ ആദ്യം അനുഭവിക്കുന്നവനെ പോലെ മഹർഷിയുടെ വലങ്കയുടെ ചൂണ്ടുവിരലും തള്ളവിരലും പല പ്രാവശ്യം സ്വന്തം നെറ്റിയിലൂടെ ഒഴുകി നടന്നു. അതുകൂടി കണ്ടതും ദേവിക്ക് അവനോട് പാവം തോന്നിപ്പോയി. അത്രയും നേരം ഉണ്ടായിരുന്ന പേടിയും വെപ്രാളവും ആദിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടതും അവളിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. ഉറപ്പാ? അവനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവൾ പൊടുന്നനെ പറഞ്ഞു. ഞാൻ തത്തമ്മയെ ദേഹത്ത് കയറ്റി കടത്തുന്ന പോലെ ദേവികയെ പിടിച്ച് വലിച്ചില്ലല്ലോ അല്ലേ? അവൻ്റെ കണ്ണുകളിൽ നിസ്സഹായ ഭാവം. അത് ദേവികയെ കുത്തിക്കൊല്ലാൻ പോകുന്നതായിരുന്നു. ആഹാ ഇല്ല. പറയുന്നത് കള്ളമാണെന്ന് ഉറപ്പുണ്ടായിട്ടും അവൻ്റെ ആദി തീർക്കുവാൻ എന്ന വണ്ണം ദേവിക ഉറപ്പോടെ പറഞ്ഞു. ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഉമ്മ വെക്കുന്ന പോലെ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? ഇത്തവണ പെണ്ണിനെ ഒന്ന് പാളി നോക്കി അവൾ കാണാതെ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ടാണ് ചെക്കൻ ചോദിച്ചത്. ഇല്ലെന്നേ. ഒട്ടൊരു പിടപ്പുണ്ടായെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് പെണ്ണ് മറുപടി നൽകി. ഹോ, ആശ്വാസമായി. നിന്റെ സമ്മതമില്ലാതെ ആ വിരൽത്തുമ്പിൽ പോലും തൊടില്ലെന്ന് വലിയ വീരവാദം അടിച്ചവനല്ലേ ഞാൻ. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്താ. ബാക്കി അവനൊന്നും മിണ്ടിയില്ല. കാക്ക നോക്കുന്നത് പോലൊരു കള്ളനോട്ടം അവളെ നോക്കി. അമ്മ വിളിക്കുന്നുണ്ട്, ചോറുണ്ണാൻ വരാൻ പറഞ്ഞു. മുഖം കുനിച്ച് അത്രയും വേഗത്തിൽ പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്ന് ധൃതിയിൽ ദേവിക ഇറങ്ങിപ്പോയി. പടികളിറങ്ങി ഡൈനിങ് റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന ചുരിദാറിൻ്റെ ഷോള് കൊണ്ട് മുഖത്തും കഴുത്തിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികളെ തുടച്ചു മാറ്റുവാൻ അവൾ മറന്നില്ല. എൻ്റെ പെണ്ണെ, നിൻ്റെ പേടിയൊന്ന് തീർക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണോടി? അവൾ പോയ വഴിയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിക്കുമ്പോൾ തനിക്ക് വന്ന മാറ്റങ്ങളെ ഓർത്ത് അവൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അമ്മേ. ഊണ് കഴിഞ്ഞ് കിടക്കുവാനായി വിലാസിന് തുടങ്ങിയപ്പോഴാണ് ദിവ്യ അവരുടെ മുറിയിലേക്ക് കയറി ചെന്നത്. ആ എന്താടി? ഒട്ടൊരു നീരസത്തോടെയാണ് അവർ ചോദിച്ചത്. എന്നിട്ട് ബെഡിൻ്റെ ഒരു വശം ചെരിഞ്ഞ് കിടക്കുകയും ചെയ്തു. സ്വന്തം മകൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കാരണം മരുമകളുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ അവരെയൊന്നും അടുപ്പിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയ്ക്ക് ആതിരയോടൊന്ന് സംസാരിക്കരുതോ? അനിയൻ്റെയും നാത്തൂൻ്റെയും അവഗണന ദിവ്യയെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അവളോട് എന്ത് സംസാരിക്കണം എന്നാണ് നീ പറഞ്ഞു വരുന്നത്? ദിവ്യ ചോദിച്ചത് മനസ്സിലായെങ്കിലും അങ്ങനെയാണ് അവർ മറുപടി നൽകിയത്. ഇതെൻ്റെയും കൂടെ വീടല്ലേ, അപ്പോൾ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാനിവിടെ വന്നല്ലേ നിൽക്കേണ്ടത്? ദിവ്യ പിണക്കം പോലെ പറഞ്ഞു. ഇത് നിൻ്റെയും കൂടെ വീടാണ്. നിനക്ക് ഭർത്താവിൻ്റെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ വന്ന് നിൽക്കേണ്ടത് ഇവിടെ തന്നെയാണ്. പക്ഷെ നിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ദിവ്യേ? ഒരു കാരണവും ഇല്ലാതെ, അത് സ്വന്തം കുഞ്ഞിനെ പോലെ ഉപേക്ഷിച്ചിട്ടല്ലേ നീ ഇവിടെ വന്ന് നിൽക്കുന്നേ? മകളാണെങ്കിലും ഉള്ളിലുള്ള അമർഷം പൂട്ടി വയ്ക്കുവാൻ വിലാസിനിയെ കൊണ്ട് കഴിഞ്ഞില്ല. അമ്മേ. ദിവ്യയ്ക്ക് ദേഷ്യം വന്നു. ഇവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നെക്കൊണ്ടാവില്ല ദിവ്യേ. ഒന്നും ഞാൻ പറയാം. ഒരു പാവം പെണ്ണിനെ കണ്ണുനീര് കുടിപ്പിച്ചതിൻ്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ദേവികയ്ക്ക് സ്വന്തം വീട്ടിൽ നീ പതിച്ചു കൊടുക്കാത്ത ഒരവകാശവും അധികാരവും
സ്വന്തം വീട്ടിൽ ആതിരയുടെ കയ്യിൽ നിന്നും ദിവ്യയ്ക്കും കിട്ടാൻ പോണില്ല. ആ സംഭാഷണം അവസാനിപ്പിക്കുന്ന മട്ടിൽ വിലാസിനി ഒരു ഉറപ്പോടെ പറഞ്ഞു.